ഡാൻസ് മാരത്തോൺ ടാസ്കിൽ വിജയിച്ച ആര്യന് ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് കൊടുക്കുകയാണ്. നമ്മൾ പ്രൊമോയിൽ അത് കണ്ടു. എന്താണ് ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസ് വീടിന്റെ പല സ്ഥലങ്ങളിൽ പല ഫുഡ് ഐറ്റംസ് ഒളിപ്പിച്ചു വെക്കും. ആര്യൻ ആരും കാണാതെ ഈ ഫുഡ് എടുത്ത് കഴിക്കണം. ആദ്യത്തെ ടാസ്ക് അതാണ്. എന്ന് വെച്ചാൽ ഈ ഫുഡ് വെക്കുമ്പോൾ അതിന് ആ വെച്ചിട്ടുള്ള സ്ഥലത്ത് വെച്ച് കഴിക്കാൻ പാടില്ല. ബാത്റൂമിലോ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂമിനകത്തോ പോയിരുന്ന് കഴിക്കാൻ പാടില്ല. എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് അവരൊക്കെ നിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ എവിടെയെങ്കിലും ഒക്കെ നിന്ന് കഴിച്ചോണം. അതാണ് ടാസ്ക്. അവരാരും കണ്ടുപിടിക്കാൻ പാടില്ല. അപ്പൊ ഇതിന് ബിഗ് ബോസ് നിർദ്ദേശങ്ങൾ കൊടുക്കും. ഫുഡ് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയാനും മറ്റ് നിർദ്ദേശങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ട് ഒരു ഫോണും ആര്യന് കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങോട്ട് മാത്രമേ വിളിക്കാൻ പറ്റൂ, അങ്ങോട്ട് വിളിക്കാൻ പറ്റത്തില്ല. ഈ ഫോണും ആരും കാണാതെ കയ്യിൽ ആരും വെക്കണം. ഈ ടാസ്കിൽ തുടർന്ന് പോകുമ്പോൾ വേറെയും ആളുകൾ ചിലപ്പോൾ പങ്കാളികൾ ആയേക്കാം. ആ കാര്യങ്ങളൊക്കെ വഴിയെ പറയുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. ആര്യൻ വളരെ സ്മാർട്ടാണ് കേട്ടോ. ഡേ ബൈ ഡേ ആര്യന്റെ ഗ്രാഫ് മുകളിലോട്ടാണ് പോകുന്നത്. നല്ലൊരു പ്ലെയർ ആയിട്ട് ആര്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ് പൊതുവെ. ആര്യൻ കുറെ സംശയങ്ങളൊക്കെ ചോദിച്ചു. കാരണം കൺഫെഷൻ റൂമിൽ വേറെയും പലരെയും ബിഗ് ബോസ് വിളിക്കുന്നതിന്റെ ഇടയിൽ കൂടെയാണ് ആര്യനെയും വിളിക്കുന്നത്. അപ്പൊ ആര്യൻ ചോദിച്ചു, ഇത് ഏഴിന്റെ പണിയാണല്ലോ ബിഗ് ബോസ്, ബാക്കിയുള്ളവരൊക്കെ അപ്പൊ എന്തിനാണ് വിളിച്ചത്, അവർക്കും ഇതുപോലെ വല്ല സീക്രട്ട് ടാസ്കും കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുത്തി കുത്തി ചോദിച്ച് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട് ആര്യൻ. ബിഗ് ബോസ് പറയുന്നുണ്ട്, ഞാൻ ചതിക്കില്ല, വേറെ ആർക്കും ഒരു ടാസ്കും കൊടുത്തിട്ടില്ല, ഇപ്പൊ ആര്യന് മാത്രമാണ് ടാസ്ക് തരുന്നത്, ബാക്കിയുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാനാണ് അവരെയൊക്കെ വിളിച്ച് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചത് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അഥവാ ആര്യൻ അത് പറയിപ്പിക്കുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും ഇപ്പോ ഇതാണ് ടാസ്ക്. ആരും കാണാതെ ഫുഡ് കഴിക്കണം. ഇനി അഥവാ പിടിക്കപ്പെട്ടാൽ എനിക്കിതിൽ ഒരു പങ്കുമില്ല, എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പിക്കോളാനാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും ഫോൺ ആരുടെയും കണ്ണിൽ പെടാതെ നോക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം. അടുത്ത ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിനായി എല്ലാവരും പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.